വി എസ് അച്യുതാനന്ദന് വിട നൽകുകയാണ് കേരളം. വി എസിന് എങ്ങനെയാണ് ഒരു യാത്രയപ്പ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ ഒരുപക്ഷെ കേരളം നേരത്തെ തന്നെ ആലോചിച്ചിരിക്കണം. കാരണം അത്രമേൽ അദ്ദേഹം അർഹിച്ച ആദരം, അദ്ദേഹം അർഹിച്ച ഒരു യാത്രയപ്പാണ് കേരളം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വന്നത് മുതൽ ഇന്നിപ്പോൾ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തെ എടുക്കുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആ നിലയ്ക്ക് വി എസ് എന്ന പോരാളിക്ക്, വി എസ് എന്ന സമരനായകന്, വി എസ് എന്ന ഭരണാധികാരിക്ക്, വി എസ് എന്ന രാഷ്ട്രീയ നേതാവിന് എല്ലാ അർത്ഥത്തിലും അർഹിച്ച ഒരു യാത്രയപ്പ് നൽകുന്നു കേരളം. അപ്പോൾ വി എസ് ഒരു ചരിത്രമായി മാറുന്നു. ഇനി വരാനിരിക്കുന്ന ഓരോ തലമുറയും വി എസിനെ കുറിച്ച് നിശ്ചയമായും അന്വേഷിക്കും, പഠിക്കും. വി എസ് പലപ്പോഴും അത് റെഫറൻസ് ആയിരിക്കും. കാരണം പാർട്ടിക്കകത്തും പുറത്തും പരിസ്ഥിതിക്ക് വേണ്ടിയും പീഡിതരായ ആളുകൾക്ക് വേണ്ടിയും കർഷകരുൾപ്പെടെയുള്ള അധസ്ഥിതർക്ക് വേണ്ടിയും ഒക്കെ അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം അതെല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും, പഠിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ വി എസ് എന്താണ് അവശേഷിപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സാർ, എന്താണ് വി എസ് ബാക്കിയാക്കിയത് എന്ന് തന്നെയാണ് മർമ്മപ്രധാനമായ ചോദ്യം. സൈഫു, അതിൽ വി എസ് ബാക്കിയാക്കുന്നത് എന്താണ് എന്ന ചോദ്യം വരുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു മറുപടി എന്ന് പറയുന്നത്, ഞാനൊരു വി എസിനെ കഥാപാത്രമാക്കിക്കൊണ്ടൊരു ചെറുകഥ എഴുതിയ ആളാണ്. ഗോപുരച്ഛേദം എന്ന് പറയുന്നൊരു കഥയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്, 2016 എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതിൽ ഉപയോഗിച്ചൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി എസ് 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയ വി എസ് അവിടെ വീട്ടിൽ, തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിൽ സ്വസ്ഥനായിരിക്കുകയാണ്. ആരുമായിട്ടും സംസാരിക്കുന്നില്ല കുറേ ദിവസങ്ങളോളം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃന്ദത്തിലുള്ള ആളുകളുമായി മാത്രമേ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷനുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു കുട്ടി തൻ്റെ അച്ഛനോട് ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് ഒന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലൊന്ന് പോകണം. വാശി പിടിക്കുമല്ലോ പിള്ളേർ, അങ്ങനെ വാശി പിടിക്കുകയാണ് ലൈറ്റ് ഹൗസ് ബീച്ച് കാണണമെന്ന്. അപ്പോൾ പ്രകാശഗോപുരമുള്ള ആ ബീച്ചിലേക്ക്, അവിടെ കൊച്ചിയിൽ അങ്ങനെ ഒരു ബീച്ചുണ്ടല്ലോ, ആ ബീച്ചിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഈ ധാരാളം ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ മടങ്ങുകയാണ്. എന്തോ ഒരു അങ്കലാപ്പ്, എന്തോ ഒരു സംഭവം ഉണ്ടായതുപോലെ തിരിച്ച് മടങ്ങുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോഴാണ് ലൈറ്റ് ഹൗസിന് എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് മടങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ കുട്ടിക്ക് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് അച്ഛനെ ഒരു പൊതുയോഗത്തിൽ കൊണ്ടുപോയപ്പോൾ ഒരു വല്യച്ഛനെ കാണിച്ചു തന്നില്ലായിരുന്നു, എനിക്ക് ആ വല്യച്ഛനെ കാണണമെന്ന് പറയും. അപ്പോൾ ഇയാളാണെങ്കിൽ ഈ പൊളിറ്റിക്സൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അയാൾ കുറച്ച് മുമ്പ് വരെ വി എസ് അവിടെ സമ്മേളനത്തിന് ഇറങ്ങിപ്പോയതിൻ്റെ വാർത്തകളൊക്കെ കണ്ടു നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്ന പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകാം. ഈ യാത്ര, ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് പുറപ്പെട്ട യാത്ര അങ്ങനെ അവർ തിരുവനന്തപുരത്തേക്ക് ആക്കി മാറ്റുകയാണ്. വൈകുന്നേരം തന്നെ അവർ തിരുവനന്തപുരത്തേക്ക് യാത്രയാവുന്നു. ഭാര്യയുണ്ട്, മോനും ഉണ്ട്, ഇദ്ദേഹമുണ്ട്. കുറേ അങ്ങ് എത്തിയപ്പോൾ ഈ കുട്ടിയാണല്ലോ, അത് ക്ഷീണിച്ചങ്ങ് ഉറങ്ങിപ്പോവും. ഉറങ്ങുന്ന സമയത്ത് ഭാര്യ ചോദിക്കും, അല്ല മോനായിരുന്നില്ലേ വി എസിനെ കാണേണ്ടത്, നമ്മളവിടെ എത്തുമ്പോഴേക്ക് അവൻ നല്ല ഉറക്കത്തിലായിരിക്കുമല്ലോ, ആർക്കും കാണാം എന്ന് പറയും ഇയാൾ. അത് എനിക്കതിനകത്ത് വന്നൊരു സാധനം വെച്ചാൽ, ശരിക്കും മകനാണ് അത് ആ ആവശ്യം പറയുന്നതെങ്കിലും ആ അച്ഛനത് ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയത് ആഗ്രഹിക്കുന്നുണ്ട്. ആ യാത്രയ്ക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വി എസ് മരിച്ച സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കാണുന്നു. സുഹൃത്ത് പറഞ്ഞു, വി എസിനെ കാണാൻ പോവുകയാണ് എന്ന് പറയുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നു, വി എസിനെ കാണാൻ പോയി. അപ്പോൾ വി എസിനെ കാണുക എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയായി മാറിയൊരു കാലവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നാലും മരിച്ചാലും വി എസിനെ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ സുഹൃത്ത് വലയത്തിലൊക്കെയുള്ള ആളുകൾ, എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള ഒരുപാട് സംഗതികളൊക്കെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊന്ന് വി എസിനെ കണ്ടാലോ എന്ന് ചോദിക്കും. അത് ഒരു ശൈലിയായി മാറുക എന്നതിലുപരി വി എസിനെ കണ്ടാലായിരിക്കും ഒരുപക്ഷെ അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടി വരിക. അവരൊക്കെ ആലോചിക്കുന്ന ഒരു സംഗതിയിൽ ഞാൻ പറയും, പരിസ്ഥിതി വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ലിംഗ അസമത്വത്തിൻ്റെ വിഷയമായിരിക്കാം, മറ്റെന്തെങ്കിലും സംഗതികളായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു അനീതിയുടെ കാര്യമായിരിക്കാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒന്ന് വി എസിനെ കണ്ടാലോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക്. ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ നമ്മളുടെ സാംസ്കാരിക സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഒരു സംഗതി എന്താ, വിജയമാഷടുത്ത് പോവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഈ പറയുന്നതിൽ ഇതൊരു ആചാരം പോലെ അവിടെ തലശ്ശേരി ധർമ്മടത്തേക്ക് പോകുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. വിജയമാഷടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആലോചിക്കുന്ന വിഷയത്തിന് നമുക്ക് വേറൊരു തലം ഉണ്ടാവും. എന്തായാലും അത്
ഉണ്ടായേ തീരൂ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ സമാനമായിട്ട് VSൻ്റെ അടുത്തേക്ക് പോകുന്നത് വെച്ചാൽ ആ ഉള്ള വിഷയത്തിന് ഒരു സമരത്തിൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു എഡ്ജ് നൽകാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിൽ നിന്ന് വരും. ഒരുപക്ഷെ ആ വിഷയം അത്രയ്ക്ക് പ്രധാനമാണെങ്കിൽ അദ്ദേഹം ആ നിമിഷം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. നമ്മളിപ്പോൾ പറയുമല്ലോ, SFIയുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അവിടെ ആ ഉദ്ഘാടന ശേഷം അവിടെ തന്നെ കിടന്ന് ഉപവസിച്ച് സമരത്തെ വലുതാക്കിയ VSനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും വിഷയം അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്നിടത്തേക്ക് VS പോകുന്നു. മതികെട്ടാൻ മലയിലാണെങ്കിൽ അങ്ങനെ പോകുന്നു, പോയൻകുട്ടിയിലാണെങ്കിൽ അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ സൂര്യനെല്ലിയിലാണെങ്കിൽ അവിടേക്ക് പോകുന്നു. അപ്പോൾ ആ പോകുന്നത് അവിടേക്ക് തന്നെ എത്തുക എന്ന് പറയുന്നതും ഒക്കെ VSൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെ മാത്രമല്ല, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ നിർദ്ദേശം നൽകുകയോ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്ന ഒരു ശൈലി മാത്രമല്ല ഉണ്ടാവേണ്ടത്, നിങ്ങൾ ഉണ്ടാവണം അവിടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഈ തൊഴിലാളി വർഗ പ്രതിനിധി എന്ന നിലയിൽ തന്നെ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഞാൻ അതിനുശേഷമുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചിലത് ഞാനിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഉള്ള മാധവൻ പുറച്ചേരി എന്ന് പറഞ്ഞ കവിതയൊക്കെ എഴുതുന്ന ഒരു കവിയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ മുഖ്യമന്ത്രിയായിരിക്കെ VS പയ്യന്നൂരിൽ വന്ന് കുറച്ച് രാത്രിയായി, പരിപാടി കഴിഞ്ഞ് മടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മടങ്ങണം അദ്ദേഹത്തിന്. അപ്പോൾ രാത്രി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മാവേലി എക്സ്പ്രസ് കുറേ വൈകി. അപ്പോൾ VS അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു മരച്ചുവട്ടിൽ സിമെൻറ്റിൻ്റെ ഒരു തറയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. VS അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ട്രെയിൻ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോ ആണ്, പഴയ ഫോട്ടോ ആണ്. മറ്റുള്ളവരൊക്കെ ഉണ്ട്, ഒരു 1-2 പോലീസുകാരൊക്കെ അപ്പുറം നിൽക്കുന്നതാണ്. അവിടെ ഇരുന്നോളും, വരുന്നവരവിടെ ഇരുന്നു. അല്ലെങ്കിൽ അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ പ്രസൻസ് ഓഫ് VS എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവും നൽകുന്ന ഒരു കാര്യമായി മാറുന്നത് അങ്ങനെയാണ്. മറ്റൊരു പോസ്റ്റിൽ ഞാൻ കണ്ടു, ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കോമ്രേഡ് വാഹനാപകടത്തിൽ മരിച്ചു. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടന്ന് ബോഡി വിട്ട് കിട്ടണം, അതിനുവേണ്ടി ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. VS അവിടെ എത്തുന്നു, മുഖ്യമന്ത്രി ആയിരിക്കെ VS അവിടെ എത്തുന്നു. പോസ്റ്റ്മോർട്ടം കഴിയുന്നവരെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ റൂമിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നൽകുന്ന ഒരു പിക്ചർ എന്താണ് സൈഫു? ഇത് ഇന്നും നമുക്ക് മുഖ്യമന്ത്രിയുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, അതിന് ശേഷവും അതിന് മുമ്പും ഒക്കെ മുഖ്യമന്ത്രിയുണ്ട്. നമ്മളിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് PKVയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് സാധാരണ സ്റ്റേറ്റ് ബസ് KSRTC ബസ്സിൽ കയറി തൃശ്ശൂരേക്ക് തിരിച്ചു വന്ന PKVയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ VSൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ മൂർത്തമായ ആ രാഷ്ട്രീയ അറിഞ്ഞുകൊണ്ടുള്ള അതിലിടപെടൽ. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പൊമ്പിളെ ഒരുമയിലേക്ക് ആലോചിക്കുമ്പോൾ VSനെ മാത്രം നിൽക്കുക, ബാക്കി ആരെയും അങ്ങോട്ട് അടുപ്പിച്ചില്ല. ബാക്കി രാഷ്ട്രീയ നേതാക്കളെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുന്ന സമയത്താണ് VS അവിടെ ചെന്ന് അൻപാർന്ന ആ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് അവിടെ എത്തി. അന്ന് അവിടെ മുഴുവൻ ഇരുന്ന് ഒരു കോട്ട് മാത്രം തരാൻ പറഞ്ഞു, അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇത് വേറൊരു രാഷ്ട്രീയമാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു നിരയിൽ EMS, AKG, നായനാർ, ഇങ്ങനെയുള്ള ഒരു നീണ്ട നിരയിൽ കൃഷ്ണപിള്ള എന്ന് വെച്ചാൽ, ഇതിൽ കൃഷ്ണപിള്ളയും AKGയുമാണ് VSനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രവർത്തന ശൈലി കൊണ്ടും സംഘടനാപരമായ ഒരു മികവ് കൊണ്ടുമൊക്കെ നമ്മൾ കാണാൻ കഴിയുന്ന ആളുകൾ. പ്രത്യേകിച്ച് AKG ആണെങ്കിൽ ഈ സമരങ്ങൾ AKGക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിലിടപെട്ട് AKG ആ സമരത്തെ വലുതാക്കുന്ന VSൻ്റെ അതേ രീതിയിലുള്ള, ഇപ്പം അമരാവതി ഭൂസമരം ഒക്കെ അങ്ങനെയാണെന്ന് പറയുന്നു. നേരത്തെ പാർട്ടി തീരുമാനിച്ചു പോയി AKG അതിനകത്ത് ഇടപെട്ടതല്ല. അത് ഇങ്ങനെ ഒരു സമരം നടക്കുന്നു, അവിടെ ചെല്ലുന്നു, അതിലിടപെടുന്നു, അത് ഏറ്റെടുക്കുന്നു, അതോടുകൂടി ആ സമരം വലുതാവുന്നു. അത് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടി വരുന്നു. സമാനമായിട്ട് തന്നെയാണ് P. കൃഷ്ണപിള്ള VSനെ കണ്ടെത്തുന്നു, ഒരു കേഡർ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണപിള്ള ഈ 18 വയസ്സ് പോലും തികയാത്ത ഇയാളെ ഒരു സ്ക്വാഡിൻ്റെ ലീഡറായിട്ടും ഒക്കെ വിടാൻ എങ്ങനെ P. കൃഷ്ണപിള്ളയ്ക്ക് കഴിയുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമുക്ക് അത്ഭുതകരമായൊരു കാര്യമാണ്. സീനിയറായിട്ടുള്ള പാർട്ടി നേതാക്കളെ മാത്രം കണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ VS പ്രകടിപ്പിച്ചിരുന്ന ഒരു ഭയങ്കരമായ ഒരു അർപ്പണബോധം, അല്ലെങ്കിൽ അത് എൻ്റെ ദൗത്യമാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് തന്നെയായിരിക്കണം അത്. ഇപ്പോൾ കാവാലത്ത് എന്ന് ഒരു യൂണിറ്റ് അവിടെ തുടങ്ങണം, കർഷക തൊഴിലാളി യൂണിയൻ.
എളുപ്പമല്ല. അവിടെ ചെല്ലുന്ന സമയമാകുമ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കർഷക തൊഴിലാളികളിന് തന്നെ ഇവർക്കെതിരാണ്. കാരണം തമ്പുരാൻ എന്തോ ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ഇവരെ കാണുന്നതൊക്കെ. അതുകൊണ്ട് ആരെയും അടുപ്പിക്കുന്നില്ല അവർ. അടുപ്പിക്കാതിരിക്കുക ഈ കൂടെ വന്ന സഖാക്കളൊക്കെ മടങ്ങിപ്പോയി, നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് VS അവിടെ തന്നെ നിന്നു, അവിടെ തങ്ങി, അവിടെ താമസിച്ചു. 1 മാസം കൊണ്ട് അവിടെ ഒരു കർഷക തൊഴിലാളി യൂണിയൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അതാണ് അദ്ദേഹം ഒരു എന്താ പറയുക, ജന്മം കൊണ്ട് തന്നെ ഒരു പോരാളിയാണ്. അത് എന്താ പറയുക, അതിൻ്റെ ഒരു പുരുഷ രൂപമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് VS അവശേഷിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. വളരെ ഇമ്മീഡിയറ്റ് ആയുള്ള ഇടപെടലുകൾ, അതിൽ മറ്റു കാര്യങ്ങൾക്ക് പിന്നെ ഇടം കൊടുക്കാതിരിക്കൽ, ശക്തമായ നിലപാടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കൽ, അത് പ്രാവർത്തികമാകുന്നത് വരെ അതിനുവേണ്ടി സമർപ്പിക്കൽ, ഇതാണ് VS. അത് ആയിരിക്കും നമ്മൾ ഇനി വരും കാലത്ത് നമുക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ VS ബാക്കി വയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ ഈ പാർട്ടി ഉണ്ടാവും, സംഘടനയുണ്ടാവും, ഈ പ്രസ്ഥാനം ഉണ്ടാവും, ഇവിടെ പിന്നെ പോരാട്ടങ്ങൾ തുടരും. ഇല്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള, ഞാൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗമൊക്കെ കുറച്ച് കടന്നു കഴിയാണ് പലരും അത് പ്രയോഗിച്ചുകൊണ്ട്, അതൊന്നും ഒരിക്കലും ശരിയല്ല. എങ്കിൽ തന്നെയും VSനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നിലനിന്നേ മതിയാവുള്ളൂ. ചില കാര്യങ്ങൾ അനിവാര്യമാണ്, ചില പശ്ചാത്തലങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിബ്, രാഷ്ട്രീയ കേരളത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്, വിശിഷ്യ CPMന്, പുതുതലമുറ രാഷ്ട്രീയത്തിനൊക്കെ VS ബാക്കി വെക്കുന്നത് എന്താണ്? സേഫ്, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ VSനെ കുറിച്ച് ഈ ഫ്ലോറിൽ 2 തവണ ഞാൻ സംസാരിച്ചു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ ദീർഘമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നലെയും കുറേ അധികം സംസാരിച്ചു. ഇന്നിപ്പോൾ എന്താണ് സംസാരിക്കുക എന്നതിനെക്കുറിച്ച് നിശ്ചയമായിട്ടും ആശയക്കുഴപ്പമുണ്ട്. അതിൽ ഒരു കാര്യം, അദ്ദേഹം വിട പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷമായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല, സജീവമായി പൊതുരംഗത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, സാധാരണ നമ്മളൊരു ക്ലീഷയായിട്ട് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ വിടവ് സൃഷ്ടിക്കുന്നു, അതൊരു ക്ലീഷയായിട്ട് നിലനിൽക്കും. കാരണം കുറച്ച് വർഷമായി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് അനുസ്മരണമായിട്ട് വരുന്നൊരു കാര്യം, നേരത്തെ പ്രമോദ് സാർ പറഞ്ഞത് തന്നെ, അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന, അത് ഭയങ്കര എന്താ പറയുക, കാൽപ്പനികമായിട്ടുള്ളൊരു പ്രയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം VSനെ പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ് ഇനി ഉണ്ടാവേണ്ടതെന്ന അഭിപ്രായം പോലും എനിക്കില്ല. ഓഫ് കോഴ്സ് VS ജീവിച്ച കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. കാലം മാറിയിട്ടുണ്ട്, ലോകം മാറിയിട്ടുണ്ട്, ഘടന മാറിയിട്ടുണ്ട്, സ്വഭാവം മാറിയിട്ടുണ്ട്, നമ്മുടെ സമ്പദ്ഘടന മാറിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം VS പിണറായി സംഘർഷത്തിൻ്റെ തന്നെ ഒരു മൂലഹേതു എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ ഒരു സംക്രമണ കാലം, ഒരു ട്രാൻസിഷൻ പീരീഡിൽ എങ്ങനെയാണ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കണം ഭരണ നയങ്ങൾ എന്തായിരിക്കണം, സാമ്പത്തിക നയങ്ങൾ എന്തായിരിക്കണം, വികസന നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള സംഘർഷമായിരുന്നു. അതുമാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, അധികാരത്തിൻ്റെ ചില അധികാര വടംവലിയുടെ ഘടകങ്ങളുള്ളതോടൊപ്പം തന്നെ ഈ ഒരു സംക്രമണ കാലത്തെ സംഘർഷം എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. അതിൽ VS ഓഫ് കോഴ്സ് അദ്ദേഹം പുറകോട്ട് നോക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ജീവിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ തീവ്രമായ അനുഭവ പരിസരത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലത്ത് നോക്കാൻ ശ്രമിച്ച ആളാണ്. പിണറായി വിജയൻ നേരെ തിരിച്ച് മുന്നോട്ട് നോക്കിയ ഒരാളാണ്. അപ്പോൾ അതിൽ VS അച്യുതാനന്ദൻ, ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ആവർത്തനമാകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. VS അങ്ങനെ നിലപാടെടുത്ത് അദ്ദേഹം ഈ ജനത അവിടെ സ്തംഭിച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചില നൈതിക ബോധ്യങ്ങളാണ്. ആ നൈതിക ബോധ്യങ്ങളുമായിട്ട് ഈ പുതിയ സംഗതികളെ, പുതിയ വികസന സമീപനങ്ങളെ, പുതിയ നയനിലപാടുകളെ ഉരച്ചു നോക്കുമ്പോൾ അതിൽ ചില നൈതിക പ്രശ്നങ്ങളുള്ളതായി അദ്ദേഹം മനസ്സിലാകുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ആ ഘട്ടം കഴിഞ്ഞു. പാർട്ടി തന്നെയും പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, നവകേരളം എന്നും വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറഞ്ഞു, വികസിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു ലൈനുണ്ട്. അതുകൊണ്ട് തന്നെ VSനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്നൊരു VS അല്ല വേണ്ടത്, അല്ലെങ്കിൽ VSൻ്റെ നിലപാടുകളല്ല വേണ്ടത്. ഇപ്പോഴത്തെ നിലപാടുകൾ കൂടുതൽ ശക്തമായി, കൂടുതൽ ജനോപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനർത്ഥം VS തെറ്റായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നൈതികമായ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള ചില പൊസിഷൻ എടുക്കുകയായിരുന്നു. അതിനെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രസ്ഥാനത്തെ ബാലൻസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 വിരുദ്ധ ധ്രുവങ്ങളിലുള്ള 2 ശക്തികൾ അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു എക്വിലിബ്രിയത്തിലേക്ക്, ഒരു ബാലൻസ് പോയിന്റിലേക്ക് ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സമൂഹവും വരും. അതായിരിക്കും ആ ഒരു പാർട്ടിക്കുള്ളിലെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ പ്രയോഗം, തിരുത്തൽ ശക്തി എന്നുള്ള നിലക്ക് നിലകൊണ്ടു എന്നുള്ളതായിരിക്കും അദ്ദേഹം രേഖപ്പെടുത്തപ്പെടുക. അപ്പം VS പോകുന്നു.
പക്ഷേ വി എസിനെ കുറിച്ച് ആലോചനകളും ചർച്ചകളും പോകുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ മുതലായിരിക്കും അത് കൂടുതൽ ചർച്ചയാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വി എസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ പിരപ്പങ്കോട് മുരളി മനോരമയിൽ എഴുതിയ ലേഖനം ഒരു പക്ഷേ വി എസിൻ്റെ മരണശേഷം വന്നിട്ടുള്ള ഏറ്റവും എന്താ പറയുക വാർത്താമൂല്യമുള്ള ഒരു ലേഖനം, വാർത്താമൂല്യമുള്ള സത്യസന്ധമായിട്ടുള്ള അദ്ദേഹം ഒരു ഇൻസൈഡറാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിലൊരു പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടില്ല. അത് ചർച്ച ചെയ്യപ്പെടും, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി മലയാളികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ആ പ്രയോഗം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതാരാണ് നടത്തിയത്, അത് എന്താണ് സ്വരാജാണ് നടത്തിയതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയെന്ന് പറയുന്നുണ്ട്. അത് ഈ സ്വരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഒരു പ്രയോഗം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന സീനിയർ നേതാക്കന്മാർ ചിരിക്കുകയായിരുന്നു എന്നും ആര് പറയുന്നുണ്ട്? പിരപ്പങ്കോടും മുരളി പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മരം ഇനി പെയ്യും, ഇനിയും മരം പെയ്യും. ധാരാളം ചർച്ചകളുണ്ടാകും, പല സ്വഭാവത്തിൽ ചർച്ചകളുണ്ടാകും. വി എസ് എന്തായിരുന്നു പാർട്ടിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത്, അതിനെതിരായിട്ട് നടന്നുകൊണ്ടിരുന്നത്, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വി എസ് ശരി, പിണറായി തെറ്റ്, പിണറായി ബാഡ് ഗൈ, വി എസ് ഗുഡ് ഗൈ എന്ന് പറയുന്ന ആ ഒരു സംഗതിയോട് എനിക്ക് തരിമ്പ് യോജിപ്പില്ല. അത് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കേരളം ചർച്ച ചെയ്യും. ഇനി കേരളത്തിൽ അത് ചർച്ചയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വി എസ് മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നുള്ള സംഗതി. അപ്പോൾ അതൊക്കെ ഒരു വളരെ ഒരു സെക്യുലർ പാർട്ടിയുടെ ഏറ്റവും ധീരൻ, ഏറ്റവും സമാരാധ്യനായിട്ടുള്ളൊരു നേതാവ് മരിക്കുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ദുര്യോഗമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്തുകൊണ്ട് നോക്കൂ, വി എസിൻ്റെ ഈ പ്രമാദമായിട്ടുള്ള എന്താണ് മുസ്ലിം ഭൂരിപക്ഷ പ്രസ്താവന, അതിനെ മുൻനിർത്തിയാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ഒരു കാര്യം സേഫ് ശ്രദ്ധിക്കുക, ആ ഒരു പ്രസ്താവനയെക്കുറിച്ച് വി എസ് ജീവിച്ചിരിക്കെ ഏറ്റവും അവസാനത്തെ റെഫറൻസ് വരുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ആഴ്ചയാണ്. അത് നമ്മൾ പ്രത്യേകം കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത്, കഴിഞ്ഞ ആഴ്ച എന്ന് പറയാമല്ലോ, 4 ദിവസം മുമ്പ് കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് അവസാനത്തെ റെഫറൻസ് ആയിട്ട് വരുന്നത്. വെള്ളാപ്പള്ളി എന്തിനാണത് റെഫർ ചെയ്യുന്നത്? വെള്ളാപ്പള്ളിയുടെ ഒരു വിദ്വേഷ പ്രസംഗത്തെ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വി എസ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് തൊട്ടടുത്ത ദിവസം, ഇത് ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്, തൊട്ടടുത്ത ദിവസം ഇതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാനത്തൊരു മന്ത്രി ഈ വെള്ളാപ്പള്ളിയുമായിട്ട് വേദി പങ്കിടുന്നു. അദ്ദേഹം അവിടെ പറയണ്ടേ, അല്ലയോ താണുവാണെങ്കിൽ തന്നെ പറഞ്ഞോളൂ, അല്ലയോ വെള്ളാപ്പള്ളി, അങ്ങ് ഇന്നലെ എൻ്റെ നാടായ കോട്ടയത്ത് നടത്തിയ ആ പ്രസംഗമുണ്ടല്ലോ, അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വി എസ് അച്യുതാനന്ദൻ അങ്ങ് കോട്ട് ചെയ്തതുണ്ടല്ലോ, അത് തെറ്റാണ് കേട്ടോ, അങ്ങനെ വി എസ് പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അത് ഈ വാസവനുണ്ടായിരുന്നില്ലേ? അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അത് പറയാതെ, നോക്കൂ, വി എസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നുള്ള അവസാനത്തെ ഒരു പബ്ലിക് റെഫറൻസാണത്. അദ്ദേഹം അത് പറയാതിരിക്കുക. അപ്പോൾ നാട്ടുകാരെന്താ വിചാരിക്കുക? അദ്ദേഹം അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ ധീരതയോടെ പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്താണ് വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ച അഭിപ്രായം? തൊട്ട് തലേന്ന് പ്രകടിപ്പിച്ച അഭിപ്രായം എന്താണ്? അത് ധീരമായൊരു അഭിപ്രായ പ്രകടനമാണെന്നാണോ ഈ വാസവൻ സർട്ടിഫൈ ചെയ്യുന്നത്? അപ്പോൾ ആരാണ് ഈ ഒരു മോശമായ ചർച്ചയിലേക്ക് വി എസിന് എറിഞ്ഞു കൊടുത്തത്? പാർട്ടി ആലോചിക്കണ്ടേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ നമുക്ക് ഡൈസെക്റ്റ് ചെയ്യാം, പല നിലയ്ക്ക് ഡൈസെക്റ്റ് ചെയ്യാം, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കാം. നോക്കുക, അലസമായി അല്ലെങ്കിൽ അശ്രദ്ധമായി ഒരു പബ്ലിക് ഫിഗർ, പ്രത്യേകിച്ച് വി എസിനെ പോലുള്ള അല്ലെങ്കിൽ പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ നടത്തുന്ന ഒരു പ്രയോഗം, അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജനസമൂഹത്തെ, ഒരു വിഭാഗത്തെ, ഒരു വ്യക്തിയെ അത് മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ നന്ന ചുരുങ്ങിയത് അവർ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അലസമായി വർത്തമാനം പറഞ്ഞു പോകാൻ പറ്റില്ല. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി എടുക്കാൻ പറ്റില്ല. നിങ്ങൾ അലസമായും അശ്രദ്ധമായും നടത്തുന്ന പ്രസ്താവനകൾ പോലും മരണശേഷം പോലും ഓഡിറ്റ് ചെയ്യപ്പെടും എന്നൊരു സന്ദേശമാണത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ സമൂഹത്തിനാകെ നൽകുന്ന സന്ദേശമാണ്, പാർട്ടിക്ക് നൽകുന്നൊരു സന്ദേശമാണ്.
അപ്പോൾ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വേറെ നിലക്ക് ബഹളം വെക്കുകയല്ല വേണ്ടത്. അതിൽ ബഹളം വെക്കുന്നവർ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് വാസവനെയാണ്. കാരണം അവസാനം ആ ഒരു പ്രഭാഷണം റെഫർ ചെയ്യപ്പെട്ടപ്പോൾ അതിന് മറുപടി പറയാതെ ആ പ്രസംഗിച്ച ആളെ ശ്ലാഘിച്ച മനുഷ്യനാണത്. ഞാൻ പറഞ്ഞു വെച്ചാൽ VS ഞാൻ ഇന്നലെ പറഞ്ഞു, സാമാന്യമായിട്ടൊരു സാധാരണ 101 വർഷം സാധാരണ ഈ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഒരുപാട് അടയാളങ്ങൾ അയാൾ ബാക്കി വെച്ചിട്ടുണ്ടാവും. VS അങ്ങനെ ഒരു സാധാരണ ജീവിച്ച ആളല്ല. നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ ശബ്ദമുഖരിതമായി ജീവിച്ച ഒരു മഹാമനുഷ്യനാണ്. അപ്പോൾ ഇത്രയും കാലം അദ്ദേഹം ജീവിച്ച ആ നാൽക്കവലയിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നിരന്തരം സജീവമായിട്ടുള്ള അങ്ങേയറ്റം ചടുലമായിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റെ പല 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 അടരുകളുണ്ടാവും, പല പല വ്യാഖ്യാനങ്ങളുണ്ടാവും, പല നിലക്കുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം ഉണ്ടാവും. അതിനിയും കൂടുതൽ സജീവമായിട്ട് തന്നെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആ ജീവിതത്തിൻ്റെ മഹത്വമായിരിക്കും. തീർച്ചയായും ഇപ്പോൾ ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. നിലക്ക് അനുകൂലിക്കാവുന്നതും പ്രതികൂലിക്കാവുന്നതുമായ പല തലങ്ങൾ VSൻ്റെ ജീവിതത്തിലുണ്ട്. അത് ആ ചർച്ചകൾ ഇനിയും അങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും എന്നതാണ്.